ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ കുഴപ്പമില്ല. നാളെ കഴിഞ്ഞ് അമ്മയും അച്ഛനും തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പം അതിൻ്റെ ചെറിയ മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തായാലും നന്നായിട്ട് മിസ് ചെയ്യും അവർ പോയി കഴിഞ്ഞാൽ. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് അവരോട് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ ചിലപ്പോൾ മിസ് ചെയ്യുക യുവി ആയിരിക്കും. ഇപ്പം അത്രയും അറ്റൻഷനല്ല അവന് കിട്ടുന്നത്. അവൻ ഒന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കിട്ടും അറ്റൻഷൻ. പക്ഷെ ഞാനും വിഷ്ണു മാത്രമാവുമ്പോൾ ഇപ്പം കൊടുക്കുന്ന അത്രയും അറ്റൻഷൻ നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പം യുവിക്ക് നല്ല മിസ്സിങ് ആയിരിക്കുമല്ലോ എന്ന് ആലോചിച്ച് എനിക്കൊരു വിഷമം. ഒപ്പം അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമം കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവനെ ഇവിടെ ആക്കി പോവല്ലേ. അപ്പം അവനിനി കുറച്ച് ദിവസത്തേക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവരിങ്ങനെ ഒളിച്ചും മറച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിഷമമുള്ള ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എനിക്കെന്നെ ഡീവിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഈ പ്രോസസ്സിൽ അങ്ങോട്ട് ഇൻവോൾവ് ആകും. കുറേയൊക്കെ എൻ്റെ മൈൻഡ് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശനി ഞായറാഴ്ച രാത്രിയാണ് അവരുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നാളെ നമ്മൾ കുറച്ച് മീൽ പ്രപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം യുവിനെയും വെച്ചും കൊണ്ട് ആദ്യമായിട്ടാണല്ലോ ഒരാഴ്ച കുക്കിങ്ങും കാര്യങ്ങളും റുട്ടീനും എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് മീൽ പ്രപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നാളെ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാനും വിഷ്ണു യുവിയും കൂടെ ഈ ഒരു പാറ്റേണോടും ഈ ഒരു സ്റ്റൈലിനോടും അങ്ങോട്ട് യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു രാവിലെ. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഹേ മമ്മി, പോവാൻ നോക്കാം. നേരം 1 മണി പോവാം. നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. വീട്ടിൽ ഇരുന്നിട്ട് എല്ലാവർക്കും ഒരു ചടപ്പ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അമ്മയ്ക്കും അച്ഛനും കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അവർ പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേയുള്ള ഒരു വ്ളോഗാണെന്ന്. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. പറയൂ. പ്രഹസനം. ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന്റെ ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഞാൻ രാവിലെ തൊട്ടൊന്ന് വീഡിയോ എടുത്ത് തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മൂഡ് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. മൊത്തം പ്രോസസ്സിൽ അങ്ങോട്ട് ഇൻവോൾവ് ആകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തം അവിടെ ഇവിടേക്കായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട് രാവിലെ തൊട്ടിട്ടുള്ള സംഗതികൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാർ കയറട്ടെ. നമുക്ക് ഐക്യയിൽ പോയി അല്ലെങ്കിൽ ഇക്കയിൽ പോയിട്ട് നമുക്കൊന്ന് ലഞ്ച് കിട്ടുമായിരിക്കുന്ന. അപ്പോൾ പോവാം. എൻ്റെ ഷർട്ടും ഈ കണ്ണടി മാച്ചാണ്. കണ്ടോ, ഒരു ബുദ്ധിജീവി ലുക്കില്ലേ. മുറിച്ച മരം കണ്ടോ, അവരിങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ വണ്ടിയിൽ നിറയ്ക്കുന്നത്. അപ്പോൾ ഈസി ആയിരിക്കും വേസ്റ്റ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവർ മരം മുറിച്ചതൊക്കെ വണ്ടിയിൽ കയറട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് രാവിലെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ചു വരാം. രാവിലെ ആസ് യൂഷ്വൽ വിഷ്ണു ഒന്ന് ഓഫീസിൽ പോണ ദിവസമായതുകൊണ്ട് ഞാൻ കണ്ണു തുറന്ന് ഫസ്റ്റ് ചെയ്ത കാര്യം വിഷ്ണുവിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ ഇവിടെ അടുത്തുള്ള ഫ്രൈഡേ മാർക്കറ്റിൽ പോവാട്ടോ, കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൈഡേ പോയിട്ട് ഞാനും അച്ഛനും കൂടെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അത്രയും മീൻ വാങ്ങി വരും. കാരണം ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആണെങ്കിൽ മീനുണ്ടെങ്കിൽ ഒരെണ്ണമാണല്ലോ. പക്ഷേ ഇപ്പം നമുക്ക് അത്ര അധികമൊന്നും വാങ്ങിക്കണ്ട. കാരണം 2 ദിവസം അവർ പോവുകയാണ്. അതുകൊണ്ട് തന്നെ 1-2 ഫിഷ്, കുറച്ച് ചെമ്മീനും ഒരു കാളാഞ്ചി എന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് മീൻകറിയൊക്കെ വെച്ചാൽ 2-3 ദിവസം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മീൻ ഷോപ്പിംഗ് ആണിപ്പോൾ. മീൻ കാറിൽ കയറ്റി കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം കേട്ടോ. കാരണം കുറച്ചൊരു മീനിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ വിഷ്ണു ആകെ ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറച്ചിലൊക്കെ ആയിരിക്കും. ഇത് ഞാൻ കാറിൽ വെക്കാൻ വേണ്ടി പുതിയതായി വാങ്ങിയ സ്റ്റാൻഡാണ്. കുറച്ച് നേരത്തെ വാങ്ങിക്കേണ്ടതായിരുന്നു. നോക്കി എന്ത് അടിപൊളിയായിട്ട് എനിക്ക് റോഡൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ഇൻട്രോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും റെഡിയായി ഐക്യയിലോട്ട് ഇറങ്ങാം. ഞങ്ങളൊന്ന് മീൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ, മീൻ മാർക്കറ്റിലല്ലോ, ഫ്രൈഡേ മാർക്കറ്റിലാണ് പോയി. അവിടെ പോയപ്പോൾ അമ്മേനെ വീട്ടിൻ്റെ അകത്ത് വെച്ച് പൂട്ടിയില്ല ഡിസ്കഷനൊക്കെയാണ്. പോണ്ടേ, ജാക്കറ്റൊക്കെ ഊരി വെച്ച് പോണ്ടേ. പോവാം. സമയം 1:30 ഐക്യയില് ലഞ്ച് കിട്ടുമായിരിക്കും. അന്ന് നമ്മളൊരു പ്രാവശ്യം പോയിട്ട് കുറേ നേരം ക്യൂ നിന്ന് പിന്നെ അവര് കൗണ്ടർ ക്ലോസ് ചെയ്തോണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നായിരുന്നു. യുവി കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കാർ കയറിയാൽ വണ്ടി നിർത്തുന്ന ഇഷ്ടമല്ല, പോയിക്കൊണ്ടിരിക്കണം. വേറെ വീട്ടിലല്ല അമ്മ, നമുക്കുള്ള ആമസോൺ ഡെലിവറി. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അമ്മയും അച്ഛനും തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് ഫ്ലൈറ്റ് എത്തിഹാദിന്റെ മിസ്സായിട്ടുണ്ടായിരുന്നു അബുദാബിന്ന്. കാരണം ഇവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ്. നാളെ ഇല്ല, മറ്റന്നാ. എപ്പോഴാ ഫ്ലൈറ്റ്? 10 മണിയല്ലേ? ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കിപ്പോളിലെത്താം. അത് കഴിഞ്ഞ് ഫസ്റ്റ് അബുദാബിയിൽ 2 മണിക്കൂർ അല്ലേ. പിന്നെ അവിടുന്ന് കൊച്ചി
കൊച്ചിയിൽ വെള്ളിച്ച കാറായിരിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തും. അതോടുകൂടെ കഴിഞ്ഞു 3 മാസത്തെ യൂറോപ്പ് പര്യടനം. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? അച്ഛനോടൊന്ന് പോകുമ്പോൾ ഏറ്റവും വിഷമം എന്താ? യുവിനെ മിസ് ചെയ്യുന്ന, എന്നെ മിസ് ചെയ്യുന്ന, എന്നെ കാണാത്ത അവസ്ഥയുണ്ടായിരിക്കും. കണ്ടില്ലേലും കുഴപ്പമില്ലായിരുന്നു. നമ്മളും പോവുകയാണേ. അതായത് ഇവര് പോയി കഴിഞ്ഞ് 3 ആഴ്ചയിൽ നമ്മൾ ഈ മാസം അവസാനം ആകുമ്പോഴേക്ക് നമ്മളും നാട്ടിലെത്തും. പിന്നെ ഏകദേശം ഒരു 7 ആഴ്ച നാട്ടിലുണ്ട്. ഇത്രയും ഒരു 7 കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ നാട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വെക്കേഷൻ ഇതാണ്. അത് ഒന്നാമത്തെ റീസൺ ഇവന്റെ ഒപ്പം കുറച്ച് എല്ലാവർക്കും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അപ്പോൾ ഇനി ഐക്യയിലെത്തിയിട്ട് കാണാം. ഞാൻ പുതിയത് വാങ്ങിയ സ്റ്റാൻഡാണ് കേട്ടോ ഇത് കുറച്ച് മുന്നേ വാങ്ങിക്കേണ്ട സ്റ്റാൻഡായിരുന്നു. അപ്പോൾ കാറിൽ വെച്ചതൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ചും കൂടെ സുഖമാണ്. അല്ല അമ്മ ജെയിംസ് ബോണ്ട് എക്സൈറ്റഡ് ആണോ ഐക്യ ലഞ്ച് കഴിക്കാൻ? അന്ന് മിസ്സായി പോയില്ലേ? വണ്ടി അങ്ങോട്ട് നിർത്തിയാൽ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അങ്ങോട്ട് വെക്കുക നമ്മൾ പാട്ട്. ഈ ഡയപ്പർ ബാഗ് നമ്മൾ വാങ്ങിയപ്പോഴേ എനിക്ക് ഇങ്ങനെ സ്ട്രോളറിന്റെ മുകളിൽ യുവി കിടക്കുന്നവർക്ക് ഞാൻ അകത്തെത്തുന്നവരെ നല്ലോണം അങ്ങോട്ട് പുതപ്പിച്ചതാട്ടോ. അപ്പോൾ ഈ ഡയപ്പർ ബാഗ് വാങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ ഇവന് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാനേ. എന്നിട്ട് ഈ ഒരു സാധനം ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. കാരണം ഈ ബാഗിൻ്റെ ഈ ഒരു സംഗതി അത്ര സ്ട്രോങ് അല്ല. അപ്പം അതുകൊണ്ട് ഇത് വേറെ ആയിട്ടാണ്. പോവാം, അങ്ങോട്ട് കടന്നിട്ട് പോവാം. ഇന്നലെ പോയി മുടി അങ്ങോട്ട് വെട്ടി. ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അമ്മി പറയാം എനിക്ക് കുറച്ച് മുടി നീട്ടി വളർത്തിയിട്ടാണ് ഭംഗിയെന്ന്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടില്ലല്ലോ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടും. അങ്ങനെ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് മുടി വെട്ടുന്നത്. എനിക്ക് ഇവിടെ വിട്ട് മുടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭംഗിയുണ്ടോ ഭംഗിയില്ല അതൊന്നും വിഷയമല്ല. എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ അങ്ങോട്ട് തോന്നും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെല്ലച്ചനില്ലേ, എൻ്റെ അമ്മയുടെ അച്ഛൻ, അവരുടെ ജനറേഷനിലെ ഏറ്റവും മൂത്ത ആൾ വെല്ലച്ചനാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷനിൽ അമ്മയാണ്, അത് കഴിഞ്ഞ് ഞാനാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനിൽ ഒറ്റ ആളേ ഉള്ളൂ, അത് യുവിയാണ്. ഇത് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞതാട്ടോ. എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും കേട്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. എല്ലാ ജനറേഷനിലും മൂത്ത ആൾ ഇങ്ങനെ വരികയാണല്ലോ എന്ന്. തിരക്ക് കുറച്ച് കുറവാട്ടോ. ഫ്രൈഡേ ആവുകൊണ്ടായിരിക്കും, വർക്കിംഗ് ഡേ ആണല്ലോ. അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വരുമ്പോൾ ഭയങ്കര റഷാണ് റെസ്റ്റോറൻറ്റ്സിൽ. പിന്നെ മെനു ഒക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും എല്ലാ സ്ഥലത്തും. മീറ്റ് ബോൾസും പിന്നെ സാമണും ഒക്കെ അല്ലേ, അതൊക്കെ തന്നെ. എല്ലാ ഐക്യയിലും ഒരേ മെനു തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇതൊക്കെയാണ്. ഇവിടെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു, അതുണ്ടോന്നാവോ ഇപ്പോൾ? ഉണ്ട്, ഇത് തന്നെ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഈ ഒരു ചോക്ലേറ്റ് മിൽക്ക് കേക്ക്. ഇവിടുത്തെ മീറ്റ് ബോൾസ് ഭയങ്കര പോപ്പുലറാണ്. പക്ഷെ ഞാനതല്ല കേട്ടോ കഴിക്കാറ്. ഞാൻ എപ്പോഴും ഈ സാമണാണ് കഴിക്കാറ്. ഇവരുടെ അതേപോലെ ഒരു കീൻവി ഉണ്ടാവാറുണ്ട്, അതും ഭയങ്കര ടേസ്റ്റാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് കഴിക്കാൻ തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു സാമണും കീൻവിയും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. നേരത്തെ കണ്ട ഗ്ലാസ് ഇല്ലേ, അതിൽ ഡ്രൈഡ് ഓറഞ്ചും സിനമണുമാണ് കേട്ടോ ഉള്ളത്. അത് ഈ ഒരു ഫോൾ സീസണിൽ എല്ലാവരും പോപ്പുലറായിട്ട് കുടിക്കുന്ന ഒരു ടീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ടീ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇവർ വേണമെങ്കിൽ ഇതിന് ടീ എന്ന് പറയുന്നുണ്ടായിരിക്കും. ചൂടുവെള്ളത്തിൽ മിൻറ്റ് ഇട്ടാൽ അത് മിൻറ്റ് ടീ ആയി, അതേപോലെ തന്നെ ഇഞ്ചി ഇട്ടാൽ അത് ജിഞ്ചർ ടീ ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇവരുടെ ടീ. നമ്മൾ 3 മീല മേടിച്ച് 2 സാമൺ മേടിച്ചു, പിന്നെ ഒരു ഫലാഫലും കീൻവിയും. ഐക്യയുടെ ഫുഡിന് എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. എനിക്ക് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലതായിരുന്നു ഫുഡെല്ലാം. സോസേജ് ആണ് എൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു അതിന് പറയുക ഫ്രീക്കന്താൽ എന്നാണ്, അല്ലെങ്കിൽ സോസേജ് ബ്രോഷ്യ ആയിരിക്കും. കീൻവ എന്ന് പറയുന്ന സാധനം മുന്നേ ഒരുപാട് തവണ കഴിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇവിടെ വന്നിട്ട് കീൻവ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് കീൻവയ്ക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. ഫ്രീക്കന്താൽ അല്ലെങ്കിൽ സോസേജ് ബ്രോഷേ നല്ല. ഇത് സാമണും പിന്നെ കുറച്ച് സോട്ടഡ് വെജിറ്റബിൾസ് തോന്നണം, പിന്നെ മാഷ് പൊട്ടറ്റോ, അതൊക്കെ. അങ്ങനെ ഉണ്ടച്ച കീൻവ അല്ല. ഇതാണ് നമ്മുടെ ഫോൾ സീസണിലെ ടീ കേട്ടോ. ആ ഒരു ഡ്രൈഡ് ഓറഞ്ചിൻ്റെയും സിനമൻ്റെയും ടേസ്റ്റ് എല്ലാം കൂടെ രസം ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടി. പിന്നെ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചൂടുവെള്ളം കുറച്ച് ഫ്ലേവേർഡ് ആയിട്ട് കുടിക്കാൻ ഒരു രസം ഉണ്ടായിരിക്കുമല്ലോ. ഇതാണ് എനിക്ക്
ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു പേസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു മിൽക്കിൻ്റെയും ചോക്ലേറ്റിൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് ചേർന്ന് ഭയങ്കര അടിപൊളിയാണ് ഇത്. ഒന്നും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ. ഇവിടെ ഭയങ്കര എക്കണോമിക്കലാട്ടോ. അതായത് ഇപ്പം നമ്മൾ 3 പേരും ഇത്രയും ഫുഡ് വാങ്ങിയിട്ടും 32 യൂറോ 33 യൂറോ ആയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യരുത് കേട്ടോ. ഇവിടെ 3 ആൾക്കാർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി എന്തായാലും ആവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്കണോമിക്കലാണ്. മുന്നേ ഒരു പ്രാവശ്യം വിഷ്ണുവിന് ഇവിടെ ഐക്യയിൽ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പ്രൊസീഡ് ചെയ്തില്ല ഓഫർ. 1-2 അവരുടേതായിട്ടുള്ള കാൽക്കുലേഷൻ ഇഷ്യൂസ് കാരണം. അപ്പം അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഐക്യയുടെ ഏറ്റവും വലിയ ബിസിനസ് നമ്മൾ വിചാരിക്കും ഫേർണിച്ചറാണെന്ന്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. അമ്മ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അമ്മ ഒരു ഫുഡിയാണെന്ന്? വെറൈറ്റി ഫുഡ് എന്താ ടേസ്റ്റ് ഇഷ്ടം അതന്നെ ഫുഡി. നമ്മൾ വിചാരിക്കും ഫുഡി എന്ന് പറയുമ്പോൾ കുറേ ഭക്ഷണം കഴിക്കുന്ന ആളെ ഫുഡി എന്ന്. അങ്ങനെയല്ല, വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ താല്പര്യമുള്ള ഒരാളെയാണ് നമ്മൾ ഫുഡി എന്ന് വിളിക്കുന്നതാണ്. അറിയില്ല എന്തൊക്കെയാന്നുള്ളത്. അതാണ് എൻ്റെ അറിവ്. അങ്ങനെ തന്നെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. കഴിച്ച പ്ലേറ്റും ട്രേയും ഒക്കെ നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കണം കേട്ടോ. എല്ലാ ഐക്യയിലും സിസ്റ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു അല്ലേ? ഞാൻ ആകെ ഇവിടുത്തെ ഐക്യയിലേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. യുവി നല്ല ഉറക്കാണ്, എന്നാലും എണീപ്പിച്ച് നമുക്ക് ഫീഡ് ചെയ്യാം. കാരണം വിശന്ന് കഴിഞ്ഞാൽ ഒരു ദയാദാക്ഷിണ്യം പുള്ളിക്ക് ആരുടെ അടുത്തുമില്ല. ഇത് മോംകോസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് വെള്ളം നമുക്ക് വേണ്ട ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ അതാണ് പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഫോർമുലയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. യുവിയുടെയും ഒക്കെ വിശപ്പ് മാറി. ഇനി ഐക്യയിലൊന്ന് ജസ്റ്റ് നടന്നിട്ട് പോവാട്ടോ. ഐക്യ ഞാൻ മുഴുവൻ കാണിക്കുന്നൊന്നുമില്ല, കാരണം ഈ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഐക്യയും ഒരുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ വ്യത്യാസം എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെ കുറച്ച് നേരം നടന്ന് നമുക്ക് വീട്ടിൽ പോവല്ല, ഷോപ്പിംഗ് ഉണ്ട്. ഇവർ പോണേൻ്റെ ചോക്ലേറ്റ്സും കാര്യങ്ങളും, പിന്നെ അമ്മയ്ക്ക് ആൽബർട്ടൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇവിടെ തേങ്ങാപ്പാലൊക്കെ ആൽബർട്ടൈനിൽ കിട്ടുന്നത് നല്ലതാണെന്ന് അമ്മ പറയണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോവാ. ആ ഇത് അമ്മ ദഹിക്കാനുള്ള നടത്താണോ? ഇവി ഉറങ്ങിട്ടോ. കറക്റ്റ് സമയത്ത് നമുക്ക് പാല് കിട്ടിയാൽ മതി. അതില്ലെങ്കിൽ നമ്മൾ പ്രശ്നമാക്കും. വേറെ ഒന്നൊരു വിഷയമല്ല നമുക്ക്. സിപ്പ് ലോക്കോ ഐക്യെന്ന് മെയിനായിട്ട് വാങ്ങിക്കേണ്ട കാര്യം അമ്മ പറയുന്നത് സിപ്പ് ലോക്കാണ്. ഞാൻ ഇവിടെ നിന്നുള്ള സിപ്പ് ലോക്സ് ആണ് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടുപോകാറ്. അപ്പോൾ നമുക്ക് ഷോറൂമിലൂടെ നടന്ന് താഴെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്തും കൂടെ ഒക്കെ നടന്ന് ഇനി റിയൽ ഷോപ്പിങ്ങിന് പോവാം. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ? മിസ്റ്റർ ജെയിംസ് ബോണ്ട് ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ. ഞാൻ എത്ര വെയിറ്റ് ചെയ്യുന്ന അറിയോ? ഭയങ്കര ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ട എത്ര വെയിറ്റ് തോന്നുന്നേ? എത്ര തോന്നും? അമ്മയ്ക്ക് അറിയാം എൻ്റെ വെയിറ്റ് എത്രയാണ്, അതുകൊണ്ടാണ്. എനിക്കുണ്ടല്ലോ 68 കിലോ ആയിട്ടുണ്ട്. എൻ്റെ ഐഡിയൽ വെയിറ്റ് 58, 59 ഒക്കെയാണ്. ഡെലിവറിയുടെ സമയത്ത്, അതായത് ഇവനെ ക്യാരി ചെയ്തിരുന്ന സമയത്ത് 67, 68 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ 4-5 കിലോ കുറഞ്ഞു. പിന്നെ ഇപ്പോൾ നല്ല പോളിംഗ് അല്ലേ, പിന്നെ 68 ആയിട്ടുണ്ട്. പക്ഷെ എന്തോ എൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ഒരു ബോഡി നേച്ചർ കാരണം നമുക്കധികം തടി തോന്നിക്കാത്ത ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ തടിയൊക്കെ ഉണ്ട്. പല ഫാൻസും അരയ്ക്ക് മുളയ്ക്ക് കയറുന്നില്ല, അതറിയാം. അതുകൊണ്ട് പുതിയ ജീൻസൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട്. പുറത്തിറങ്ങിയ യുവിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒന്നെങ്കിൽ കണ്ണും തുറന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ദേ സ്ട്രോളറിൽ കിടന്നുറങ്ങും. കാര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന കാര്യമാണ് സിപ്പ് ലോക്ക്. വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും സിപ്പ് ലോക്കുകൾ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. ആൽബർട്ടൈനിലും കിട്ടും. 2.5 ലിറ്റർ. അതിൽ 1.2 ഉണ്ട്, 2.5 ഉണ്ട്. അതാണ് ഏറ്റവും വലുതുണ്ടായിരിക്കുക ഉള്ളിൽ. അല്ല, അതിൽ വലുത് ഇതായിരിക്കണോ? 4.5 ലിറ്ററും 6 ലിറ്ററും ഏറ്റവും വലുത്. ഇതൊക്കെ എന്തിനാ? സാധനം എടുത്തിട്ട് സ്ട്രോളറിനകത്തേക്ക്. ഇത് മറ്റേ ക്ലിപ്പില്ലേ, നമുക്ക് കവറൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റണ, അതെടുത്തേക്ക്. അമ്മയും അച്ഛനും എൻ്റെ റഡാർ പരിധിയിൽ നിന്ന് പോയി കേട്ടോ. എനിക്ക് കുറച്ച് എന്താ പറയുക ക്വിൽറ്റിൻ്റെ കവേഴ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനെയും എനിക്ക് നഷ്ടപ്പെട്ടു. കണ്ടുപിടിക്കട്ടെ. ഞാനൊരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നു, വിഷ്ണുവിൻ്റെ ഒപ്പം വരുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് മടി അച്ഛൻ്റെ ഒപ്പം വരുന്നത്. ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും ഇതെന്തിനാണ്, ഇതെപ്പോഴാണ് ആവശ്യം, എന്തിനാവശ്യമുണ്ട് എന്നുള്ള എല്ലാ ആൻസറിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് നമ്മുടെ വീട്ടിലെ മണി പ്ലാന്റൊക്കെ ഒന്ന് മാറ്റി ചട്ടി വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. എന്താ അമ്മയ്ക്കൊരു പുച്ഛം, ഒരു സാധനം എടുക്കാൻ സമ്മതിക്കുന്നുള്ളതാണ്. എന്തെടുത്താലും അച്ഛനാണ് സമ്മതിക്കാത്തത്. അമ്മയും കുറേ എടുത്തിട്ട് ഇതിക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അച്ഛനൊക്കെ തിരിച്ചു വെപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് 2 ഐസ്ക്രീമും കൂടെ വാങ്ങിക്കാം.
ഞാൻ ആദ്യമായിട്ടോ ഐക്യന്ന് ഐസ്ക്രീം വാങ്ങിക്കുന്നത്. വൺ ടെക്നോളജിയാണ്. കണ്ടോ, നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ വരും. ഒരു ഡച്ച് സ്നാക്കാണ്. നമുക്ക് എൻ്റെ പറ്റി പോണോ, നമുക്ക് വിന്റർ സമയങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. വേണോ ടേസ്റ്റ് ചെയ്യാൻ? ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഒലീബോളൻ വേണോ അച്ഛാ? ഒലീബോളൻ രാവിലെ പറഞ്ഞ ഡച്ച് സ്നാക്ക്. അച്ഛനൊന്നും വേണ്ട. നമുക്കിപ്പോൾ ഓടേണ്ടി വന്നു കേട്ടോ. നമ്മൾ ഈ സ്ട്രോളറിൻ്റെ റെയിൻ കവർ എടുത്തിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് പോരേണ്ടി വന്നു. വേറെ 1-2 സ്ഥലങ്ങളിലും കൂടെ പോണമെന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ എല്ലാ ഷോപ്പിങ്ങും തീർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് നേരെ വീട്ടിലോട്ടാണ് ആദ്യം. പാട്ടൊക്കെ പാടി രസിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾ കുറച്ചു നേരം വീട്ടിൽ പോയി യുബീനെ കുറച്ചു നേരം കിടത്തി കളിപ്പിച്ചതിന് ശേഷം പുറത്തു പോകുന്ന വിചാരിച്ചു. കുറെ നേരമായില്ലേ കാർ സീറ്റിൽ, കുറെ നേരമല്ല 2 മണിക്കൂറൊക്കെ കാർ സീറ്റിലാണ് ഇരിക്കുന്നു. അമ്മയ്ക്കും അച്ഛനും ക്ഷീണമായില്ലെങ്കിലും എനിക്ക് നല്ല ക്ഷീണമായിട്ടോ. കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണം. ബെല്ലടിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എപ്പോഴും മറക്കൂട്ടോ, കാരണം വീട്ടിൽ വന്ന് ബെല്ലടിച്ച് ശീലമായിട്ടേ ഇപ്പം ഇവന് ഉറങ്ങുമ്പോൾ ബെല്ലടിക്കാൻ പാടില്ല എന്നുള്ള റൂൾ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാനാണ് എപ്പോഴും മറന്നു പോണ ആള്. എന്നിട്ട് ഞാൻ അകത്ത് കയറുമ്പോഴൊക്കെ എണീറ്റിട്ടുണ്ടായിരിക്കും. എൻ്റെ കുഴി ഞാൻ തന്നെ തോന്നുന്നത് അറിയില്ല. വിഷ്ണുവിന് എൻ്റെ അസൂയ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. യുവി എത്ര നേരം വേണമെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ അനങ്ങാതെ ചുരുണ്ടുകൂടി നല്ല സുഖത്തിൽ കിടക്കും കേട്ടോ. വിഷ്ണു എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റിൽ കൂടുതൽ യുവി അങ്ങനെ കിടക്കില്ല. ആ ഒരു കാര്യത്തിൻ്റെ മുകളിൽ വിഷ്ണുവിന് എൻ്റെ അടുത്ത് നല്ല അസൂയ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. എടാ യുവാപ്പി നോക്കടാ, അമ്മേനെയും യുവാപ്പിനെയും കണ്ണാടിയിൽ കാണാലോ. എടാ യുവാപ്പി, യുവപ്പനാണ് യുവപ്പൻ, യുവാപ്പി. ഞാൻ യുവാപ്പി എന്ന് വിളിക്കും, വിഷ്ണു യുവാൻഷി എന്ന് വിളിക്കും അല്ലേ. യുവാപ്പിയാണത്, യുവാപ്പി. നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കാൻ. ഇനി ഞാനും ഡെയിലി കുറച്ചു നേരം കിടക്കാം. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടോ. സംസാരിക്കാൻ പറ്റത്തോണ്ട് തോന്നുന്നു. ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ നിർത്താൻ പറയാത്ത ഒരേ ഒരാൾ യുവിയാണ്. അതല്ലാതെ പാട്ട് പാടാൻ വേണ്ടി ഞാൻ നാക്ക് പൊക്കിയാൽ ആദ്യം എന്നോട് ആൾക്കാർ നിർത്താൻ പറയും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു തവണ ഞാൻ എൻ്റെ പാട്ട് പാടിത്തരാം കേട്ടോ. നിങ്ങളും പറയും പാടരുത് പ്ലീസ്. പിള്ളേരെ കുറച്ചു നേരം എടുത്തിരിക്കുക അല്ലെങ്കിൽ അടുത്ത് കിടക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം ഏത് വഴിയെ വരണേന്ന് അറിയില്ല കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ചെപ്പോഴൊക്കെ ഞാൻ എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും ഏകദേശം പകുതി ഉറക്കത്തിലാണ്. ഈ വീട്ടിലാകെ എണീറ്റിരുന്ന ആള് യുവിയാണ് കേട്ടോ. അമ്മയ്ക്ക് രാത്രി ഭക്ഷണം വേണ്ടാന്ന് എല്ലാം ട്രൈ ചെയ്തിട്ട് മറ്റേ ഉണ്ടപ്പോയി കൂടെ ചെല്ലാണ്. വിഷ്ണു സ്റ്റേഷനിലല്ല ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. വിഷ്ണുവിനെ പോയി പിക്ക് ചെയ്യട്ടെ. ഡാഡിനെ പിക്ക് ചെയ്തിട്ട് വരാം. ഓ, വിന്റർ ചെറുതായി അവിടെയും ഇവിടെയൊക്കെ തുടങ്ങിയ പോലത്തെ ഒരു ഫീൽ കേട്ടോ. നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. എൻ്റെ ഈ ഷർട്ട് വെച്ചിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തവണ വിന്ററിന് പിന്നെ നമ്മൾ അധികം ഇവിടെ ഉണ്ടായിരിക്കില്ല. കാരണം ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ നാട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് ഡിസംബർ ക്രിസ്മസിന് തൊട്ട് മുന്നെയാണ് നമ്മൾ തിരിച്ചെത്തുന്നുള്ളൂ. വിഷ്ണുവിന് ഓഫീസിൽ പിക്കിംഗ് ഡ്രോപ്പിംഗ് സർവീസ് ഒക്കെ ഇനി അവസാനിപ്പിക്കാൻ വേണ്ടി പോകാനുള്ളൂ. കാരണം എന്തായാലും നമുക്ക് രാവിലെ വിഷ്ണു പോണ സമയത്ത് യുവിനെ എണീപ്പിച്ച് കാറിൽ വെച്ച് വിഷ്ണു ഡ്രോപ്പ് ചെയ്യൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇനി സൈക്കിൾ അല്ലെങ്കിൽ ബസ്സിൽ വിഷ്ണു ഓഫീസിൽ പോകേണ്ടി വരും, ഇവിടെ സ്റ്റേഷൻ വരെ. പക്ഷെ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മടിയും വരാൻ സാധ്യതയുണ്ട്. വിഷ്ണുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി അമ്മേനെയും കൂട്ടി നമുക്ക് ഫൈനൽ ഷോപ്പിങ്ങിന് വേണ്ടി ഒന്ന് പുറത്തു പോയി. എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. ആ, ഞാൻ യങ്ങാണ്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് മഴ മഴ എന്ന് പറയാൻ പറ്റില്ല, ചാറ്. എന്താ കാറും ഇവിടെ തന്നെയാ. ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഇവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വീറ്റ്സും പിന്നെ ആൽബർട്ടൈന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാം. സെൻറ്റർ വന്നിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയത് കാരണം രാത്രി കുറച്ചധികം സമയം ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോയാൽ നിറയ്ക്കാൻ പറ്റില്ല, അതല്ല ആൽബർട്ടൈൻ. ഇതാണ് റൗണ്ട്. നമ്മൾ നാളെ കുറച്ച് മീൽ പ്രപ്പി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കുറച്ച് സംഗതികൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. 2 വേണ്ടി വരുമോ? വേണ്ട പിന്നെ എന്താ വേണ്ട, ഒരു സാധനം വേണ്ട. അമ്മ എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി തരുന്നു. അപ്പൊ എന്റെ അഹങ്കാരത്തിൽ പലതും എനിക്ക് വേണ്ട. പക്ഷെ അമ്മയ്ക്ക് അത് ഉണ്ടാക്കിയേ പറ്റൂ. ആ അടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് ഇപ്പൊ വാങ്ങിയ സാധനങ്ങൾ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു, സോറി. ഒരാള് പാസ്സായി പോയി, അതൊന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നേട്ടോ. ഇപ്പൊ എനിക്ക് അറിയാൻ പാടില്ല, എന്തെങ്കിലും ഈ ഡെലിവറിക്ക് ശേഷം തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 2-3 ചാനൽ റീപോസ്റ്റ് ചെയ്യുക.
അതിന്റെ താഴെയുള്ള കമന്റ്സിലൊക്കെ എന്താ പറയുക, ഞാനും അമ്മയും അടിയാണെന്നൊക്കെ. ഞാനും അമ്മയും തമ്മിലുള്ള അടിയുണ്ടല്ലോ എന്താണെന്നറിയോ, ഇവിടെ ഡയപ്പർ മാറ്റിയില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ സമയത്ത് കുളിച്ചില്ല, അങ്ങനത്തെ അടികളാണ്. ദൈവം സഹായിച്ച് അതിലും വലിയ അടികളൊന്നും ഞങ്ങൾ തമ്മിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. അല്ല മമ്മി? ബൗണ്ടി ഇപ്പൊ നാട്ടില് കിട്ടാത്ത അങ്ങനത്തെ മിഠായി ഒന്നുമില്ല കേട്ടോ. എല്ലാ മിഠായി നമുക്ക് നാട്ടിൽ കിട്ടും. ഇപ്പൊ ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടുന്നു അങ്ങനെയൊന്നും എനിക്കൊന്നും തോന്നാറില്ല. എല്ലാ സാധനവും നാട്ടിൽ അവൈലബിളാ. നല്ല ഭംഗിയിൽ അവര് ഫോൾ സീസൺ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. യുവിയുടെ ഫോർമൽ ഒരു 3 ബോക്സ് അമ്മടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയക്കാന്ന് വിചാരിച്ചേ. നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇവനെ വെച്ച് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ലഗേജ് ഒക്കെ മാക്സിമം കുറച്ച് നാട്ടിലോട്ട് ട്രാവൽ ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. വളരെയധികം സ്പെഷ്യലായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചുണ്ടാവാൻ തോന്നിയതാണ്. ഈ വലിപ്പമുള്ള കടല കിട്ടില്ല അവിടെ. കടല നാട്ടിൽ കിട്ടില്ലേ? കടല കിട്ടും, ഈ വലിപ്പമുള്ള കിട്ടില്ല. ആയിക്കോട്ടെ. യൂറോന്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ്. ചോക്ലേറ്റിന് ഇരിക്കണം. ഇതാ ഈറ്റ് പേപ്പർ, തിന്നാൻ പറ്റുന്ന പേപ്പർ. ഒന്ന് മതി, ഒന്ന് മതി. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും ഒക്കെ ഫ്രോസൺ ചെയ്ത് കൊണ്ടുവരും. അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നഗറ്റ്സും ഫ്രീക്കന്താലും പിന്നെന്തൊക്കെയാണ് ചിക്കൻ സ്ട്രിപ്സോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങി നമ്മൾ ഇങ്ങോട്ട് കൊടുന്ന ഫ്രോസൺ ബാഗിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ ആൽബർട്ടൈനിൽ കണ്ടോ, ഇങ്ങനെ ചില സമയങ്ങളിൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോ 10 യൂറോയ്ക്കും ഓരോ സ്റ്റിക്കർ വെച്ച് കളക്ട് ചെയ്തിട്ട് 10 സ്റ്റിക്കർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഗുഡ് പ്രൈസിന് ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇവരിവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇത്തവണ നല്ല ഗ്ലാസസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്ത് വാങ്ങിക്കാം. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 1999 ആണ്. ഇത് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ 299 കിട്ടും. ഇതെന്താണ് ഈ ബാസ്ക്കറ്റിൽ? അമ്മ നാട്ടിൽ നിന്ന് സാരിയായിട്ട് വന്നതാട്ടോ ഇവിടെ തുടയ്ക്കാൻ. ഇപ്പോ ഈ തുണിയുടെ സുഖം പിടിച്ചിട്ട് ഇവിടുന്ന് ഈ തുണി അങ്ങോട്ട് വാങ്ങി കൊണ്ടുപോകാണ്. സാരി എനിക്ക് വേണ്ട. 100 തവണ ഞാൻ പറഞ്ഞതാണ് കൊണ്ടുവരേണ്ട ഇവിടെ തുണികളുണ്ട് എന്ന്. അപ്പൊ ഉപയോഗിച്ചു പോലും നോക്കിയിട്ടില്ല കേട്ടോ. ഉറപ്പിച്ചു അമ്മ സാരിനെ നല്ലതെന്ന്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് മറ്റേ ഫൈബർ ഇല്ലാത്ത ക്ലോത്ത്സ്. അപ്പൊ നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ക്ലോത്തിന്റെ സാധനങ്ങൾ പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല ക്ലോത്താണത്. കൊടുക്കോ വേലിക്ക് അങ്ങോട്ട്. വേലി വയറാമസ് കഴിക്കട്ടെ. നീ ഞാൻ വരുമ്പോ കൊണ്ടുവരണ്ടല്ലോ, വെച്ചോളൂ. തേങ്ങയുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് തേങ്ങാപ്പാൽ കൊണ്ടുപോകണം കേരളം. ഇത് നല്ല തേങ്ങാപ്പാലാണ്. ഇത് നമുക്ക് എന്താ പറയാ, ഞാൻ കുറെ എണ്ണം എക്സ്പെരിമെന്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. നല്ലതല്ലേ അത്? നല്ല തേങ്ങാപ്പാല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല. നാളികേരം ഇഷ്ടമാതിരിയുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ട് നാളികേരപ്പാലായിട്ട് തിരിച്ചു. അല്ല, നമ്മൾ ഷോപ്പിംഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം വിഷ്ണുവിന് 8:30 ജിമ്മിൽ പോകണം. ആ സമയമാകുമ്പോഴൊക്കെ കാർ തിരിച്ചു കൊടുക്കണം. ബാക്കി എന്തെങ്കിലും പാക്ക് ചെയ്തിട്ട് നാളെ വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോകാം. വാങ്ങിച്ചു കഴിഞ്ഞു. അത് വലിയ ഏത്? ഓ ശരിയാ, ഇതും കൂടെ ബാക്കിയുണ്ട്. ഈ സാധനങ്ങളെല്ലാം കാറിലോട്ട് വെച്ചു. ഇനി നമുക്ക് പെട്ടെന്ന് പോകാം. വിഷ്ണുവിന് ജിമ്മിൽ പോകാനുള്ള സമയം തെറ്റിയാൽ അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അടുത്ത ഒളിമ്പിക്സിൽ എങ്ങോട്ടും പങ്കെടുക്കണ്ടോന്നാവോ? എന്തൊരു തിരക്കാ ബാഡ്മിന്റൺ പോവാൻ. ശരം വിട്ട പോലെ എത്തിയത്. അങ്ങനത്തെ 3 പാക്കറ്റാ വാങ്ങിയത്, 6 കുഞ്ഞു മക്കളുടെ കണ്ണിനൊക്കെ എന്തൊരു ഇന്നസെൻസ് അല്ലേ. നമ്മൾ ഈ വളർന്നു വലുതായി വരുമ്പോഴേ കള്ളത്തരം പഠിക്കണമെന്ന് തോന്നുന്നു. യുവി ഉണ്ട കണ്ണൊക്കെ തുറന്ന് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ സൈഡിൽ ഇങ്ങനെ കൗച്ചിലിരിക്കുക എന്നുള്ളത് ഇവൻ്റെ ഒരു സ്ഥിരം കംഫർട്ടബിൾ പൊസിഷനാണ്. ഞാനും വിഷ്ണു നാട്ടിൽ പോണ പോലെയല്ല. അമ്മയ്ക്കും അച്ഛനും കുറച്ചും കൂടെ ചോക്ലേറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നേ. അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. ഇനി ഡിന്നർ നമുക്ക് പൊറോട്ടയും ചെമ്മീൻ റോസ്റ്റും, പിന്നെ എനിക്കൊരാഗ്രഹം നല്ല ചൂടുള്ള കട്ടൻ കാപ്പി ഊതി കുടിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഈ ഒരു സമയമായപ്പോഴേക്ക് അച്ഛൻ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛനെ ഇങ്ങനെ കാണുന്നത്. പേരക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്നേഹം കൂടുതലുണ്ടായിരിക്കും. പിന്നെ അതിലും കൂടുതൽ 3 മാസം വേറെ ഒരു കാര്യം ചെയ്യാനില്ലാതെ ഇവൻ്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണല്ലോ അമ്മയും അച്ഛനും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മോടെ ഉണ്ടാവില്ല, ഫ്ലൈറ്റിലായിരിക്കും. എക്സൈറ്റഡ് ആണോ? നമുക്ക് എന്നെ ഇവിടെ ആക്കി പോകുന്നതിലാണോ? എനിക്ക് മിസ് ചെയ്യും. ഞങ്ങൾ ആൽബർട്ടൈൻ റൗണ്ട് അടി കഴിഞ്ഞുള്ളൂ. അല്ല ഇനിയിപ്പോ റീസണും കൂടെ പറയുന്നതിനായിരുന്നു. വിഷ്ണുവിന്റെ ജിമ്മ് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ച കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്റെ സ്പീഡ് അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ ധൃതിയായിട്ട് തോന്നി. ഇതൊക്കെയാണ് ഞങ്ങളുടെ റീസൺ കേട്ടോ. അല്ലാതെ
വേറെ വലിയ അടികളൊന്നുമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, നാട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നിർത്തി വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് 3 മാസം വന്നത്. അവരുടെ ലൈഫും അവരുടെ കരിയറും എല്ലാം അവർക്ക് വേണ്ടതെല്ലാം നാട്ടിലാണ്. ഇവിടെ ഉള്ളത് ഞാനും വിഷ്ണുവും മാത്രമാണ്. പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം മാറ്റിവെച്ച് 3 മാസം അവരോട് വളരെ ഹാപ്പി ആയിട്ട് നിന്നു. ഇതൊക്കെ ജീവിതത്തിൽ അച്ഛനും അമ്മയും തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. താഴെ ഇരുന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ മുകളിൽ വന്നിരുന്നായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ തവണ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2-2.5 കൊല്ലം മുന്നേ ആയിരിക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരിക്കുക. അന്ന് അവർ പോണേൻ്റെ തലേന്ന് എനിക്കിങ്ങനെ നെഞ്ഞൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ, ഇങ്ങനെ തൊണ്ടയിലൊക്കെ ഒരു പെയിൻ വരില്ലേ, ഭയങ്കര ഉള്ളെന്നുള്ളൊരു വിഷമം വരുമ്പോൾ. അങ്ങനെയായിരുന്നു എനിക്ക് അന്ന് രാത്രി. അടുത്ത ദിവസം പോയി വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എയർപോർട്ടിൽ അമ്മേനെ ചെയ്യും ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വന്ന് വീട്ടിൽ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഭയങ്കര അമ്മയും അച്ഛനും പോയതിൻ്റെ വിഷമമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. ഫസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. തിരിച്ചിവിടെ വീട്ടിൽ വന്ന് കയറിയിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫാമിലി ഈസ് ഓൾവേസ് ഫാമിലി, അത് അങ്ങനെയാണ് ആ ഒരു ഇമോഷൻ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ എനിക്ക് എൻ്റെ കാര്യം ആലോചിച്ചിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് യുവിയുടെ കാര്യം ആലോചിച്ചിട്ടാട്ടോ. കാരണം ഭയങ്കര അറ്റൻഷനാണ് അവനോട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവനിങ്ങനെ എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്ക് പാല് കിട്ടും, എന്ന് പറയുമ്പോഴേക്ക് അവന് വേണ്ട കാര്യം കിട്ടും. പുറത്തു പോകുമ്പോഴും അകത്തിരിക്കുമ്പോഴും ഒക്കെ അമ്മയും അച്ഛനും അത്ര എക്സ്ട്രീം കെയറാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഒരിക്കലും, കാരണം ഞാനും വർക്കിംഗ് ആണ് വിഷ്ണു വർക്കിംഗ് ആണ്, ആ ഒരു ലെവലിൽ അത്ര അറ്റൻഷൻ ഫുൾ ചെയ്ത് നമുക്കിരിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അവന് ഭയങ്കര മിസ്സിങ് ആയിരിക്കും അമ്മയും അച്ഛനും പോയി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും അവനും ഭയങ്കര മിസ്സിങ് ആയിരിക്കും. പക്ഷേ ഇതിലുള്ളൊരു സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. 3 ആഴ്ചയിൽ നാട്ടിലെത്തിയിട്ട് ഇവരെ കാണുമല്ലോ. വിഷ്ണുവിൻ്റെ പേരൻസിനെ കാണാം, അമ്മമ്മേനെയും വില്ലച്ചനെയും കാണാം, അപർണേനെയും അപ്പൂനെയും ആമിനെയും അനുവിനെയും എൻ്റെ ഫാമിലി എല്ലാവരെയും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്കൊപ്പം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ കുറച്ച് തവണ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നു പോയി കഴിയുമ്പോൾ നമുക്ക് മുന്നത്തെ അത്ര ദൂരം നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യില്ല, കുറച്ചും കൂടെ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് തോന്നും. അപ്പം അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും സ്റ്റിൽ വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞു എൻ്റെ ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ. താൻ കാരണം ഞാനും അമ്മ എന്ത് ധൃതിയിലാണ് പിടിച്ചു വന്നതെന്ന് അറിയാൻ പട്ടായിരുന്നു. എനിക്ക് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ആൽബർട്ടയില്. എടോ, നാളെ കഴിഞ്ഞാൽ ബാക്ക് ടു റിയാലിറ്റി. അച്ഛൻ കുറച്ച് വിഷമത്തിലായിരുന്നു. അച്ഛനോട് പറയുക, അല്ല എന്നോടല്ല ഇവൻ്റെ അടുത്ത് പറയുക, ഇന്നും കൂടെ മടി കിടത്തും, നാളെയും കിടത്തും, പിന്നെ മറ്റന്നാൾ പറ്റില്ലല്ലോ. എനിക്ക് എന്താ തോന്നണം അവർ പോണതിനെ പറ്റിയിട്ട്? എനിക്കും അവരുള്ള കുറെ യൂസ്ഡ് ആയില്ലേ. അല്ല, അവരിവിടെ 3 മാസമായിട്ടുള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഡ് ആയി പോയിന്ന്. അപ്പം പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നാളെ നമ്മൾ അവരെ എയർപോർട്ടിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരണ്ട, നമുക്ക് ഗീതുവിൻ്റെ അടുത്തോ? ഗീതുവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ആണോ? ചിക്കനും പൊറോട്ടയും അത് പറഞ്ഞിട്ടോ? ഒരാഴ്ച പേരോട് പറഞ്ഞു. അവിടെ സ്റ്റേ ചെയ്താലോ? ഒരു മാറ്റം വരുമ്പോൾ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. നാളെ തൊട്ട് അമ്മയ്ക്കും അച്ഛനും ഇവിടെപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കും അവർ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ മറ്റന്നാൾ മുതൽ നമ്മളെല്ലാവരും ബാക്ക് ടു ലൈഫ് ആവും, നോർമൽ ആവും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. എന്തായാലും എന്നെ ഇതിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത 2-3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കതായിരിക്കും സന്തോഷം തരുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.